നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൊട്ടാരക്കരയിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മദ്യപാനത്തെ തുടർന്നുള്ള അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചു. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കുടിവെള്ള പദ്ധതി. അഞ്ചൽ ഇടമുളയ്ക്കൽ കൈപ്പള്ളിമുക്കിൽ ഇന്ദിരാഗാന്ധി സ്മൃതി മണ്ഡപം തകർത്തു. സ്ഥലത്ത് ശക്തമായ പോലീസ് കാവൽ. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കര അമ്പലക്കരയിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തി. 60 വയസ്സുള്ള ദാസാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ സിസിലി പോലീസ് കസ്റ്റഡിയിലാണ്. മദ്യപിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ വീട്ടുവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വാളകം അമ്പലക്കരയിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തി. വാഴവിള കോയിക്കൽ പുലിക്കോട് ചരുവിള വീട്ടിൽ 60 വയസ്സുള്ള ദാസാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ സിസിലി എന്നറിയപ്പെടുന്ന ലിസിയാണ് ഭർത്താവ് ദാസിനെ കൊലപ്പെടുത്തിയത്. കൂലിപ്പണിക്കാരനായ ദാസ് സ്ഥിരമായി മദ്യപിക്കുകയും ഭാര്യയുമായി വഴക്കുണ്ടാക്കാറുണ്ടെന്നും എന്നാൽ ഇയാൾ പുറമെ പ്രശ്നക്കാരനല്ലായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കൂലിപ്പണിക്കാരനായ ദാസ് വാളകത്തുനിന്ന് വൈകിട്ടോടെ മദ്യപിച്ച് വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഭാര്യയുമായി അടിപിടിയായി. പിന്നീട് റബ്ബർ തോട്ടത്തിൽ പോയിരുന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ ദാസ് വീണ്ടും ഭാര്യയുമായി വഴക്കിട്ടു. ഭാര്യയെ തള്ളിയിടുകയും ചവിട്ടുകയും ചെയ്തു. രോഷാകുലയായ സിസിലി അടുത്തുകിടന്ന വെട്ടുകുത്തിയെടുത്ത് തലയിൽ വെട്ടുകയായിരുന്നു. വെട്ടേറ്റു വീണ ദാസിന് ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി. സെക്കൻഡുകൾ കഴിഞ്ഞതോടെ ദാസ് മരിക്കുകയും ചെയ്തുവെന്നാണ് സിസിലി പോലീസിനോട് പറഞ്ഞത്. ദാസിനെ കൊലപ്പെടുത്തിയതിനു ശേഷം സിസിലി വീടിന് പുറത്തിറങ്ങി താൻ ദാസിനെ കൊലപ്പെടുത്തിയെന്ന് നാട്ടുകാരോട് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തുകയും സിസിലിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തുകയും പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അയക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ സംസ്ഥാനത്തെ പിറകോട്ടടിച്ചെന്ന് സി ദിവാകരൻ MLA. LDFന്റെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കവെയാണ് ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് തട്ടിപ്പുകാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും UDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അനുവദിക്കുകയില്ലെന്നും സി ദിവാകരൻ പറഞ്ഞു. കരിഞ്ചന്തക്കാരും പൂഴ്ത്തിവെപ്പുകാരും സംസ്ഥാനത്തെ കമ്പോളങ്ങൾ കീഴടക്കിയിരിക്കുന്നതായും BJPക്കും UPIക്കും എതിരായ ജനാധിപത്യ മതേതര ബദൽ ദേശീയ തലത്തിൽ ശക്തിപ്പെടുമെന്നും UPA സർക്കാരിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടതായും സി ദിവാകരൻ പറഞ്ഞു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് വേണ്ടി നിങ്ങൾ അന്വേഷണത്തെ നേരിടാൻ ഉമ്മൻചാണ്ടി നിയമസഭയെ കില്ലറ്റിൻ ചെയ്യാൻ കാർത്തികനോട് പറഞ്ഞു. കില്ലറ്റിൻ ചെയ്തു. 67 MLAമാരെ സഭയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളെവിടെ പോകാം? ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ 1 കിലോ അരിക്ക് 18 രൂപയായത് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള അരി. ഉമ്മൻചാണ്ടി ഞങ്ങൾ ഭരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ അരി 1 കിലോ അരിക്ക് 32-40 രൂപയാകുന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ CR രാജീവൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, മുൻമന്ത്രി NK പ്രേമചന്ദ്രൻ, NCP നേതാവ് ഉഴവൂർ വിജയൻ, CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ, ജമീല പ്രകാശം MLA, ലതാദേവി XMLA, അനിൽ കാഞ്ഞായി, മോഹൻദാസ് രാജധാനി, CK ഗോപി, NCP ജില്ലാ പ്രസിഡന്റ് R ശശിധരൻ പിള്ള, LDF കൺവീനർ K വാസുദേവൻ, CPM ഏരിയ സെക്രട്ടറി B അജയകുമാർ, CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, അഡ്വക്കേറ്റ് H രാജീവൻ, സാം K ദാനിയൽ, H നജീബ് മുഹമ്മദ്, P പ്രകാശ് ബാബു, ഭാരത് റഹീം, N ജഗദീശൻ, T അയൂബ് ഖാൻ തുടങ്ങി നിരവധി പ്രമുഖർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സി ദിവാകരൻ നയിക്കുന്ന LDF ജാഥയ്ക്ക് പത്തനാപുരത്ത് സ്വീകരണം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും വിലക്കയറ്റത്തിനെതിരെയുമാണ് ജാഥ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും വിലക്കയറ്റത്തിനെതിരായ പ്രതിഷേധമുയർത്തിയും CPI നേതാവ് സി ദിവാകരൻ നയിക്കുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ പത്തനാപുരത്ത് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പും സ്വീകരണവും നൽകി. ജാഥയുടെ നായകനായ സി ദിവാകരന് LDFലെ വിവിധ ഘടകകക്ഷികളും വർഗ ബഹുജന സംഘടനകളും സ്വീകരണവും ഹാരാർപ്പണവും നൽകി. സമരപ്രചാരണ ജാഥയെ വരവേറ്റുകൊണ്ട് LDF നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കലഞ്ഞൂർ ക്ഷേത്രത്തിൽ വൻ മോഷണം. 2 ലക്ഷത്തോളം രൂപ കളവ് പോയതായി കണക്കാക്കപ്പെടുന്നു. രാത്രിയിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചരിത്രപ്രസിദ്ധമായ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൽ വൻ കവർച്ച.
കാണിക്കവഞ്ചി പൊളിക്കുകയും ഓഫീസ് മുറിക്കുള്ളിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയും മോഷ്ടാക്കൾ കവർന്നു. ക്ഷേത്രത്തിൽ രാത്രി കാവൽക്കാരൻ ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കമ്പിപ്പാരയും മറ്റു ഉപകരണങ്ങളും കൊണ്ട് ഓഫീസ് മുറികളുടെ കതകുകളും പൂട്ടുകളും വഞ്ചിപ്പുട്ടിയും തകർത്ത് പണം അപഹരിക്കുകയായിരുന്നു. രാത്രി 1:30 മണിയോടെ പണച്ചാക്കുമായി കണ്ട മോഷ്ടാവിനെ സെക്യൂരിറ്റി ജീവനക്കാർ പിന്തുടർന്നതായി പറയുന്നു. ഓഫീസ് മുറിക്കുള്ളിലും കാവിന് സമീപത്തും ചില്ലറ നാണയങ്ങളും നോട്ടുകളും വാരി വിതറിയ നിലയിലാണ്. മോഷ്ടാവ് മതിൽ ചാടി കടക്കുന്നതിനിടയിൽ ചാക്കുകെട്ടിൽ നിന്നും നാണയങ്ങൾ നിലത്ത് വീണതാകാം എന്ന് കരുതുന്നു. ഓഫീസിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 4ഓളം നാണയക്കിഴികൾ ഉപേക്ഷിച്ച നിലയിലാണ്. കവർച്ചാ സംഘത്തിൽ 1-ലധികം പേരുള്ളതായി സംശയിക്കുന്നു. ആഴ്ചയിൽ കാണിക്ക അല്ലാതുള്ള വരുമാനം ശനിയാഴ്ച ബാങ്കിൽ നിക്ഷേപിക്കണമെന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച ബാങ്കിൽ പണം അടച്ചിരുന്നില്ല. അതും മോഷണം പോയിട്ടുണ്ട്. കമ്പിപ്പാരയും മറ്റുപയോഗിച്ച് പണപ്പെട്ടികളും ഓഫീസ് മുറിയുടെയും സ്ട്രോങ് റൂമിന്റെയും കതകുകളും പൂട്ടുകളും തകർത്തിട്ടും സെക്യൂരിറ്റി ജീവനക്കാർ അറിഞ്ഞില്ല എന്നതും കൂടുതൽ ദുരൂഹതയ്ക്ക് കാരണമാകുന്നു. പത്തനാപുരം, കലഞ്ഞൂർ, ഏനാതിമംഗലം മേഖലകളിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര തുടരുകയാണ്. ക്ഷേത്രത്തിൽ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമെത്തി പരിശോധന നടത്തി. കൂടുതൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 1:30 ക്ഷേത്രത്തിലെ കൗണ്ടറിൽ 2 വാതിലുകൾ പൊളിച്ച് അതിലുണ്ടായിരുന്ന വഞ്ചി, കാണിക്ക വഞ്ചിയിലെ നാണയം ഉൾപ്പെടെയുള്ള ആരോ കവർന്നെടുക്കുകയും അത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്യൂരിറ്റി അതിനെ പിന്തുടർന്നു. പക്ഷേ കിട്ടിയില്ല. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വഞ്ചിയിൽ കാണിക്കയാണ് കവർന്നത്. വളരെ കാവിൻ്റെ ഭാഗത്ത് കുറേ നാണയങ്ങൾ അതിൽ ആണ് പോയതെന്ന് സംശയിക്കുന്നു. സെക്യൂരിറ്റി ഒരാളിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. രാത്രി തന്നെ അറിയിക്കുകയും അദ്ദേഹം രാത്രി തന്നെ ഒന്ന് തുറന്ന് ഡോഗ് സ്ക്വാഡ് വരികയും പരിശോധിക്കുകയും ഇന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് വന്ന് പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പനവേലി മടത്തിയറ മാതേരികാവ് ചിറയ്ക്ക് ഉടൻ ശാപമോക്ഷം. ലൈവ് വാർത്തയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. KLDC ചെയർമാൻ ബെന്നി കക്കാട് സ്ഥലം സന്ദർശിച്ചു. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ നവീകരിക്കുമെന്ന് ഉറപ്പ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാട് പനവേലി മടത്തിയറ മാതേരികാവ് ചിറ സന്ദർശിച്ചു. ചിറയുടെ ദയനീയാവസ്ഥ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു സന്ദർശനം. പനവേലിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് 20 വർഷം മുൻപ് മണ്ണടിഞ്ഞുപോയ ചിറ പുനർനിർമ്മിക്കുക എന്നത്. ഇതിനായി ജനപ്രതിനിധികളും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ചിറയുടെ പുനരുദ്ധാരണത്തിനായി മന്ത്രിമാർക്ക് നിവേദനങ്ങൾ നൽകുകയും അടങ്കൽ തയ്യാറാക്കി നൽകിയിരുന്നെങ്കിലും യാതൊരു ഫലവും കണ്ടിട്ടില്ല. തണ്ണീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ പനവേലിയും മടത്തറ വാർഡംഗം കെ രാമചന്ദ്രൻ പിള്ളയും മന്ത്രിമാർക്ക് പ്രോജക്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കടലാസിലൊതുങ്ങി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ പനവേലി മാതേരികാവ് ചിറ സന്ദർശിക്കാനെത്തിയ ബെന്നി കക്കാടിനെ നാട്ടുകാർ ആവേശപൂർവ്വം സ്വീകരിച്ചു. ചിറ നവീകരിക്കണമെന്ന ആവശ്യം ബെന്നി കക്കാടിനെ ബോധിപ്പിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കവല പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ മാതേരികാവ് ചിറ സംരക്ഷിക്കുമെന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ചിറയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ നൽകിയാൽ ചിറ പുനർനിർമ്മിക്കാൻ വേണ്ട നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുമെന്നും അതിനുവേണ്ടി തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുമെന്നും ബെന്നി കക്കാട് പറഞ്ഞു. കേരളത്തിലെ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സഹസ്ര സരോവർ എന്ന പദ്ധതിയിലൂടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളങ്ങളും ചിറങ്ങളും സംരക്ഷിക്കുക എന്നുള്ള പദ്ധതി, ആ പദ്ധതിയിലൂടെ ഒരു പഞ്ചായത്തിൽ ഒരു കുളം സംരക്ഷിക്കണം, അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അതിനെ ആ കുളത്തിന് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് കൃഷി സൗകര്യത്തിന് വേണ്ടിയും കുടിവെള്ളത്തിന് വേണ്ടിയും ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയുള്ള നടപടിക്ക് വേണ്ടിയാണ് ഈ സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇവിടെ ജനങ്ങളെല്ലാം സംഘടിതമായി വന്നു നിന്നുകൊണ്ട് ഇത് പരിഹരിക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കുവാൻ വളരെ ഊർജിതമായി ആളുകളുടെ എല്ലാം സഹകരണമുണ്ട്. ഈ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ ഈ മടത്തിയറ വാർഡിൽ ഈ ചിറ ഈ കാലങ്ങളായി ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്നു. അതുപോലെ തന്നെ ഇത് മണ്ണ് കയറി ഇത് ഇപ്പം ഇവിടെയുള്ള ആളുകൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കുഴിച്ചു വരുമ്പോൾ ശരിക്കും കണ്ണുനീര് പോലെയുള്ള കുടിവെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഒരു കുളമായിരുന്നു. ഇത് കാലാകാലങ്ങളായി ഇത് നികന്ന്
ഇത് നമുക്ക് വെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. അതിന് പരിഹാരം എന്ന നിലയിൽ ഒരു എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ഒന്നീ സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൈൻ ഇറിഗേഷൻ്റെ മന്ത്രി പി ജോസ് സാറിന് കൊടുത്തുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു കുളം വൃത്തിയാക്കി ഉപയോഗത്തിന് വേണ്ടി ജലം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഉൾപ്പെടുത്തുവാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ സമ്മേളനം ചടയമംഗലത്ത് സംഘടിപ്പിച്ചു. MLA മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ സമ്മേളനം ചടയമംഗലത്ത് സംഘടിപ്പിച്ചു. COA 9ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. രാവിലെ 10-ന് COA മേഖലാ പ്രസിഡന്റ് കുര്യാക്കോസ് വൈദ്യൻ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സമ്മേളനത്തിന് കുര്യാക്കോസ് വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി S. സുരേഷ് സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ആമുഖ പ്രസംഗം നടത്തി. MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ലാലുകുമാർ, ചടയമംഗലം CPM ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO സാജൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കരിങ്ങന്നൂർ മനോജ്, വാർഡ് മെമ്പർ A. ഷാജഹാൻ, മഠത്തിൽ മോഹനൻ പിള്ള, സുരേഷ് നായർ, സുരേഷ് ബാബു, ഷൺമുഖദാസ്, വിനോദ് കുമാർ, സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടിവെള്ള പദ്ധതി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും ഇനി അത് ആവർത്തിക്കേണ്ടി വരില്ലെന്നും MLA പറഞ്ഞു. PTA പ്രസിഡന്റ് D. ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ബൈജു പുരുഷോത്തമൻ, എബ്രഹാം ജോർജ്, PA അനസ്, പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി, C. ചന്ദ്രബാബു, S. ശ്രീദേവിയമ്മ, V. വസന്തകുമാർ, G. രഞ്ജിത്ത്, KPJ സ്റ്റാലിൻ, ജസ്റ്റിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജേതാക്കളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജുവാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ടീം അംഗം ശരത് കുമാർ, ജൂനിയർ കേരള സ്കൂൾ ക്രിക്കറ്റ് ടീം അംഗം അനു ബാബു, സംസ്ഥാന സ്കൂൾ ഗുസ്തി മത്സരങ്ങളിൽ 56 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാവ് ഹരികൃഷ്ണൻ, സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങളിൽ 3ാം സ്ഥാനം നേടിയ ടീമിലെ അംഗം ഹൻസൽ എന്നിവരെയാണ് ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഇക്കോ ടൂറിസത്തിലെ വരുമാന നഷ്ടം പരിഹരിക്കാൻ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു. സഞ്ചാരികൾ ടിക്കറ്റ് വർധനയിൽ അമർഷം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും തിരക്കിന് കുറവൊന്നുമില്ല. തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വരുമാന നഷ്ടം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. കഴിഞ്ഞ ദിവസം മുതലാണ് പുതിയ ടിക്കറ്റ് നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി മാൻ പാർക്കിലെ പ്രവേശന നിരക്ക് 15 രൂപയിൽ നിന്ന് 20 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കുട്ടികൾക്ക് 10 രൂപയിൽ നിന്ന് 20 രൂപയാക്കി ഉയർത്തി. അഡ്വഞ്ചർ സോണിലെ നിരക്ക് 20 നിന്നും 30 ബട്ടർഫ്ലൈ പാർക്കിന് പ്രവേശന നിരക്ക് 20 രൂപയിൽ നിന്ന് 40 രൂപയായി. ലഷ്വർ സോണിനും മ്യൂസിക്കൽ ഫൗണ്ടിന്റെയും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. 30 രൂപയാണ് രണ്ടിന്റെയും ചാർജ്. എന്നാൽ ഏതെങ്കിലും സോണിനൊപ്പം ബട്ടർഫ്ലൈ പാർക്കിന് കൂടി ടിക്കറ്റ് എടുത്താൽ 70 രൂപ ആകുമെങ്കിലും 50 രൂപ നൽകിയാൽ മതിയാകും. ബട്ടർഫ്ലൈ പാർക്കിൽ നിരക്ക് കുറവായതുകൊണ്ടാണ് ഈ ഓഫർ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ ചാർജാണ് എന്നുള്ളത് വിനോദസഞ്ചാരികളെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കൂടാതെ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന് 20 രൂപയും നെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ടൂറിസ്റ്റ് ഹോമിന് 1600 രൂപയുമാണ് നിരക്ക്. ആറ്റിന് തീരത്തുള്ള ടൂറിസ്റ്റ് ഹോമിന് 2000 രൂപയും നൽകേണ്ടി വരും. പ്രദേശത്തെ MLA ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ നിരക്ക് വർധനവിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം താലൂക്ക് ഭാഗ്യക്കുറി ഓഫീസ് പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം താലൂക്ക് ഭാഗ്യക്കുറി ഓഫീസ് പുനലൂരിൽ തിങ്കളാഴ്ച പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 3 താലൂക്ക് ഭാഗ്യക്കുറി ഓഫീസുകളാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ ഓഫീസാണ് പുനലൂരിൽ ഉദ്ഘാടനം ചെയ്തത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമായാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. താലൂക്ക് ഭാഗ്യക്കുറി ഓഫീസർ P. മോഹനൻപിള്ള സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാട് അധ്യക്ഷത വഹിച്ചു. TM ജോർജ്, A. വിജയൻ, എബ്രഹാം മാത്യു, PS ചെറിയാൻ, തടിക്കാട് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. MC റോഡിൽ
കൊട്ടാരക്കര ഭാഗത്തെ മൂടിയില്ലാത്ത ഓടകൾ അപകടക്കെണി